പരമപരിശുദ്ധ തൃത്വകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയുടെ മക്കളെ, തിരുസഭയുടെ മക്കളെ, പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന തിരുസഭയുടെ മക്കളെ, തിരുസഭയെ സ്നേഹിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ മക്കളെ, ഇസ്രായേൽ ജനം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് 400 വർഷത്തെ മതപീഡനത്തിലായിരുന്നു. ഇസ്രായേൽ ജനത്തെ ദൈവം രക്ഷപ്പെടുത്തിയപ്പോഴും മരുഭൂമിയിലൂടെയാണ് നയിച്ചത്. ഈശോ മിശിഹായ്ക്ക് ശേഷം സഭ ജനിച്ചപ്പോൾ യഹൂദരെ ക്രൈസ്തവരെ പീഡിപ്പിച്ചു. പിന്നീട് റോമാ സാമ്രാജ്യത്തിൽ കഠിനമായ പീഡനമുണ്ടായി. റോമാ സാമ്രാജ്യത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ പേർഷ്യൻ സാമ്രാജ്യത്തിലായിരുന്നു മതപീഡനം. പിന്നീട് ഇസ്ലാം മതം വന്നപ്പോൾ ഇസ്ലാം മതത്താൽ ക്രൈസ്തവ സമൂഹങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു. പുരാതന പൗരസ്ത്യ നാടുകളിലെ ക്രൈസ്തവ സമൂഹങ്ങൾ മുഴുവനും മലബാറിലെ ഒഴികെ, ഭാരതത്തിലൊഴികെ എല്ലാം ഇസ്ലാം രാജ്യങ്ങളായിട്ട് മാറി. എന്ന് പറഞ്ഞാൽ എല്ലാ കാലഘട്ടങ്ങളിലും സഭയ്ക്ക് പുറമേ നിന്നുള്ളതായ വെല്ലുവിളികളുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് സഭയ്ക്ക് ഉള്ളിൽ നിന്നും അഭിപ്രായ വ്യത്യാസങ്ങളും പാഷണ്ഡതകളും പിളർപ്പുകളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നും പാഠം പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നമുക്ക് ഇന്ന് സാധിക്കേണ്ടത്. എങ്കിലും റോമിൻ്റെ അനുവാദം കൂടാതെ, മാർപ്പാപ്പയുടെ അനുവാദം കൂടാതെ SSPX എന്ന വിഭാഗം അല്ലെങ്കിൽ സന്യാസ സമൂഹം മെത്രാന്മാരെ വാഴിക്കാനായിട്ട് പോകുന്നു. എന്താണ് ഇതിൻ്റെ അടിയൊഴുക്ക്? എന്താണ് ഇതിൻ്റെ ചരിത്രം? എന്താണ് ഇതിന് സീറോ മലബാർ സഭയുമായുള്ള ആ ബന്ധം? ഇത് വളരെ ചുരുക്കമായിട്ടൊന്ന് കാണാനായിട്ടാണ് ശ്രമിക്കുക. അതായത് 2ാം വത്തിക്കാൻ കൗൺസിൽ വരെ ആഗോള കത്തോലിക്ക സഭയിൽ സമ്പൂർണമായും അൾത്താരയ്ക്ക് അഭിമുഖമായ, പുരോഹിതനും ജനങ്ങളും മധുബഹയ്ക്ക് അഭിമുഖമായി നിന്നുകൊണ്ടുള്ള ബലി അർപ്പണമാണ് നടന്നത്. പക്ഷേ 2ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ലത്തീൻ സഭയിൽ, പ്രത്യേകമായി ലത്തീൻ സഭയെ പിന്തുടർന്നുകൊണ്ട് സീറോ മലബാർ സഭയിൽ പുരോഹിത ജനങ്ങളെ തിരിഞ്ഞ് ബലിയർപ്പിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ആ കാലഘട്ടത്തിൽ ലത്തീൻ സഭയിൽ അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രാൻസിലെ ലെഫെവ്ര എന്ന മെത്രാപ്പൊലീത്ത ശക്തമായിട്ട് എതിർത്തു. അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് വർഷങ്ങൾ പിന്നിട്ടപ്പോൾ അദ്ദേഹം സെമിനാരി സ്ഥാപിച്ചു, പുരോഹിതർക്ക് പരിശീലനം നൽകി, പുരോഹിതരെ അഭിഷിക്തരായി. പക്ഷേ അവർ റോമിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് ജോൺ പോൾ 2 മാർപ്പാപ്പ അത് അംഗീകരിച്ചെങ്കിലും ഇപ്പോഴത്തെ മാർപ്പാപ്പയുടെ അനുവാദം കൂടാതെ പുതിയ മെത്രാന്മാരെ വാഴിക്കുവാനായിട്ട് അവർ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സഭയിൽ ഒരു ശീഷ്മയുണ്ടാകും എന്ന് പലരും ആശങ്കപ്പെടുകയാണ്. സഭയിൽ ശീഷ്മയുണ്ടാകുമോ ഉണ്ടാകാതിരിക്കുമോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണ് ഇതിൻ്റെ ഉൾപ്പൊരുൾ, എന്താണ് ഇതിൻ്റെ ആശയക്കുഴപ്പം? അതായത് ലത്തീൻ സഭയിലും സമ്പൂർണമായും അൾത്താരയ്ക്ക് തിരിഞ്ഞുള്ളതായ ബലിയർപ്പണം വേണമെന്ന് ശക്തമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമൂഹമുണ്ട്, പുരോഹിതരുണ്ട്, പരിശീലനം സ്വീകരിച്ചവരുണ്ട്. അതിൻ്റെതായ കാരണങ്ങളുമുണ്ട്. ഒരുപക്ഷെ അവർ പറയും, ജനാഭിമുഖ ബലിയർപ്പണം ഔദ്യോഗികമായിട്ട് 2ാം വത്തിക്കാൻ കൗൺസില് പറഞ്ഞിട്ടുള്ളതല്ല, അതിന് ഔദ്യോഗികമായ ഒരു ശരിയായ അംഗീകാരം ലഭിച്ചിട്ടില്ല. മാത്രമല്ല, പുരോഗമനത്തിൻ്റെ പേരിൽ ലത്തീൻ ഭാഷ മാറ്റി ഓരോ സ്ഥലത്തെയും ഭാഷകളിലേക്ക് വന്നു. അത് തീർച്ചയായും തെറ്റാണെന്ന് അത്ര ശക്തമായിട്ട് വാദിക്കപ്പെടുന്നില്ല. അതേസമയം കുർബാനയെ ചുരുക്കി 20 മിനിറ്റ് കൊണ്ട് തീരുന്ന കുർബാനയാക്കി. അങ്ങനെ മഹത്തായ ആരാധനാക്രമ പാരമ്പര്യം സഭയ്ക്ക് നഷ്ടമായി എന്ന്
രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് മുമ്പുള്ളതായ ആരാധനാക്രമം വേണമെന്ന് പറയുന്ന സമൂഹം വാദിക്കുകയാണ്. ലോകത്തിൻ്റെ മുമ്പിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് മുമ്പുള്ളതായ ആരാധനാക്രമം വേണമെന്ന് പറയുന്നവരെ പാരമ്പര്യവാദികളെന്നും ജനാഭിമുഖ ബലിയർപ്പണം മതി എന്ന് പറയുന്നവരെ പുരോഗമനവാദികളെന്നും വിധി എഴുതുകയാണ്. എങ്കിൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് സീറോ മലബാർ സഭയിൽ മാത്രമല്ല, ലത്തീൻ സഭയിലും വളരെ ശക്തമായി നഷ്ടപ്പെട്ട പാരമ്പര്യത്തെ വീണ്ടെടുക്കണമെന്ന് വാദിക്കുന്ന ശക്തമായ ഒരു സമൂഹമുണ്ട്. അതിൻ്റെ മുമ്പിൽ സീറോ മലബാർ സഭ എടുത്ത ഉറച്ച തീരുമാനത്തെ നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഉറച്ച തീരുമാനം? ആമുഖ ശുശ്രൂഷയും വചന ശുശ്രൂഷയും പുരോഹിതൻ ജനങ്ങളെ തിരിഞ്ഞു നിൽക്കുന്നു. കൂദാശ ഭാഗം പുരോഹിതൻ അൾത്താരയ്ക്കനുഭവമായിട്ട് നിൽക്കുന്നു. ഇവിടെ സീറോ മലബാർ സഭയിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ സീറോ മലബാർ സഭയിലെ മെത്രാന്മാരെടുത്ത തീരുമാനം എന്താണ്? പുരോഗമനവാദത്തെയും പാരമ്പര്യവാദത്തെയും സംയോജിപ്പിച്ചുകൊണ്ട് ജനാഭിമുഖ ബലിയർപ്പണത്തിൻ്റെ ആശയത്തെയും അൾത്താരയ്ക്ക് അഭിമുഖമായ ആശയത്തെയും സംയോജിപ്പിച്ചുകൊണ്ട് ഇതാ ഒരു സമവായ തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ഇത് എത്രയോ മനോഹരമാണ്, സുന്ദരമാണ്. ഒരുപക്ഷെ ആഗോള സഭയ്ക്കും ഇത് തന്നെയായിരിക്കും ഒരേ ഒരു വഴി. പിളർപ്പിലേക്ക് പോകാതെ പുരോഗമനത്തെ അംഗീകരിച്ചുകൊണ്ട്, അതേസമയം പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, വചന ശുശ്രൂഷയുടെ ഭാഗം പുരോഹിത ജനങ്ങളെ തിരിഞ്ഞു നിൽക്കട്ടെ, കൂദാശ ഭാഗം വലിയ അർപ്പണം പുരോഹിതൻ അൾത്താരയ്ക്ക് തിരിഞ്ഞു നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ ഒരു വിഭജനത്തിൻ്റെ ആവശ്യമില്ല, പ്രസക്തിയില്ല. അതിലേക്ക് ആഗോള കത്തോലിക്ക സഭ വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ വിഭജനത്തിൻ്റെയോ ചേരിതിരിവിൻ്റെയോ ആവശ്യം ഇവിടെയില്ല. അതോടൊപ്പം തന്നെ എന്താണ് പരിശുദ്ധ കുർബാനയെന്നും എന്താണ് ആരാധനാക്രമമെന്നൊക്കെ ഇനിയും ധാരാളമായിട്ട് പഠിക്കേണ്ടതുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആധുനിക മനുഷ്യൻ്റെ പ്രശ്നം പ്രതീകങ്ങളെക്കുറിച്ചുള്ളതായ ബോധം നഷ്ടപ്പെട്ടതാണെന്നും അത് വീണ്ടെടുക്കണമെന്നും ഒക്കെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും ബെനഡിക്ട് മാർപ്പാപ്പയും ഫ്രാൻസിസ് മാർപ്പാപ്പയും ആവർത്തിച്ച് പറയുമ്പോൾ ഇപ്പോഴത്തെ മാർപ്പാപ്പയും അവസാനം ലേയോ 14 മാർപ്പാപ്പയും പറഞ്ഞിരിക്കുന്നത് എന്താണ്? പാരമ്പര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് പുരോഗമനപരമായ മാറ്റങ്ങൾക്ക് തുറവി ഉണ്ടാകണം. ഇത് പറയുമ്പോൾ ഇവിടെ വളരെയധികം വ്യക്തമാകേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒത്തിരി പേര് പറയുന്ന കാര്യമാണ് ഈശോ മിശിഹ പുരോഗമനവാദിയാണ്, പാരമ്പര്യവാദിയല്ല എന്ന്. അവിടെയാണ് തെറ്റുപറ്റെടുത്തത്. ഈശോ മിശിഹ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പാരമ്പര്യങ്ങളിലെ തെറ്റുകളെ തിരുത്തിക്കൊണ്ട് പുരോഗമനത്തിന് വേണ്ടി നിന്ന വ്യക്തിയാണ്. ഞാൻ ആവർത്തിക്കാം, ഈശോ മിശിഹ പാരമ്പര്യവാദിയാണോ പുരോഗമനവാദിയാണോ എന്ന് ചിന്തിക്കുമ്പോൾ ഈശോ ഒരേ സമയം പാരമ്പര്യവാദിയുമാണ് പുരോഗമനവാദിയുമാണ്. അതായത് പാരമ്പര്യത്തെ ആടെ തള്ളിയിട്ടില്ല, അതേസമയം പാരമ്പര്യത്തിലെ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് പുരോഗമനത്തിലേക്ക് കുതിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം സാബത്ത് ദിവസം ജോലി ചെയ്യാൻ പാടില്ല എന്ന പരമ്പരാഗതമായ നിയമത്തിൽ രോഗികൾക്ക് സൗഖ്യം കൊടുക്കാൻ പോലും പാടില്ല എന്നുള്ളടുത്ത് ഈശോ അവിടെ തിരുത്തുകയാണ്. സാബത്ത് ദിവസം നന്മ ചെയ്യണം, അതേസമയം സാബത്ത് ആചരിക്കുകയും വേണം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പാരമ്പര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തെറ്റുകളെ തിരുത്തി കൊണ്ടുപോകുന്ന വ്യക്തിയാണ്. അതേസമയം പുരോഗമനത്തിൻ്റെ പേരിൽ തെറ്റായ തിരുത്തലുകൾക്ക് ഈശോ സമ്മതിച്ചിട്ടില്ല. പാരമ്പര്യത്തിന്മേൽ ഉറച്ചു നിൽക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ കാണുക. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം വിവാഹ മോചനത്തെക്കുറിച്ച് അപ്പസ്തോലന്മാർ പോലും പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ വിവാഹമോചനം അനുവദിച്ചത്. ആദ്യം മുതലേ അങ്ങനെ ആയിരുന്നില്ല. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്തരുത്. അതെ, ഈശോ പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. പാരമ്പര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് 12 അപ്പസ്തോലന്മാരെ ഈശോ തിരഞ്ഞെടുത്തത്.
യഹൂദ പാരമ്പര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഈശോ പെസഹ പുതിയ പെസഹയാക്കി പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. അതെ, അവിടെ പുരോഗമനം കാണാനായിട്ട് സാധിക്കും. എന്താണ് പുരോഗമനം? പഴയ ആരാധനാക്രമത്തിന് പുതിയൊരു അർത്ഥം കൊടുത്തു, ഈശോയുടെ ബലി അർപ്പണം. അതെ, അവിടെ പുരോഗമനമുണ്ട്. അപ്പോൾ പാരമ്പര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട്, പാരമ്പര്യങ്ങളുടെ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. അത് പരിശുദ്ധ കുർബാനയുടെ കാര്യത്തിലും ഐക്യത്തിന് വേണ്ടി ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സൂറമലബാർ സഭ ഒരർത്ഥത്തിൽ ആഗോള സഭയ്ക്ക്, ലത്തീൻ സഭയ്ക്ക് മാതൃകയാണെന്ന് പറയാനായിട്ട് സാധിക്കും. പാശ്ചാത്യ സഭ പൗരസ്ത്യ സഭകളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുമ്പോൾ അതിന് കുറച്ചും കൂടി അർത്ഥവും ആഴമുണ്ട് എന്ന് തോന്നുകയാണ്. സൂറമലബാർ സഭയെ സംബന്ധിച്ച് സെനഡ് എടുത്ത ആ തീരുമാനത്തിൽ ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. അതോടൊപ്പം റോമിൻ്റെ അനുവാദമില്ലാതെ പട്ടം കൊടുത്താൽ അവർ അതിനാൽ തന്നെ പുറന്തള്ളപ്പെടുമെന്ന് പറയുമ്പോൾ ഒരു പരിധിവരെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും ബെനഡിക്റ്റ് മാർപ്പാപ്പയും ഇപ്പോഴത്തെ മാർപ്പാപ്പയും അംഗീകരിച്ചിട്ടുള്ള അൾത്താരയ്ക്ക് അഭിമുഖമായ ആ ബലിയർപ്പണം ചൊല്ലാനുള്ളതായ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും അനുസരണത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എങ്കിൽ സൂറമലബാർ സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ചൈതന്യമാണ് എന്ന് പറയുന്ന ജനാഭിമുഖ ബലിയർപ്പണത്തെയും അംഗീകരിച്ചുകൊണ്ട്, അതേസമയം പൗരസ്ത്യ സഭകൾ തങ്ങളുടേതായ പാരമ്പര്യത്തെ വീണ്ടെടുക്കണമെന്നുള്ളതായ ആശയത്തെ അംഗീകരിച്ചുകൊണ്ടാണ് സൂറമലബാർ സഭ സമമായ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ആദ്യ ഭാഗവും വചന ശുശ്രൂഷയും സമാപന ശുശ്രൂഷയും പുരോഹിതൻ ജനങ്ങളെ തിരിഞ്ഞു നിൽക്കുന്നു. കൂദാശ ഭാഗം പുരോഹിതൻ സ്വർഗത്തിലേക്ക് നോക്കി മദ്ബഹായിലേക്ക് നോക്കി നിൽക്കുന്നു. ഈ സമവായ തീരുമാനത്തെ സഭയുടെ ഐക്യത്തിന് വേണ്ടി, ആഗോള സഭയുടെ ഐക്യത്തിന് വേണ്ടി അനുസരണത്തിൻ്റെ പേരിലും സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഐക്യത്തിൽ, പരിശുദ്ധ കുർബാനയുടെ ഐക്യത്തിൽ, ആരാധനാക്രമത്തിൻ്റെ ഐക്യത്തിൽ മുന്നേറാൻ നമുക്ക് സാധിക്കട്ടെ. ഒരു ആരാധന സമൂഹമാകാനായിട്ട് സാധിക്കട്ടെ. പരമപരിശുദ്ധ തൃത്വകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.